കേക്ക്. വെരി ഗുഡ് വെരി ഗുഡ്, വെൽ ഡൺ. മിടുക്കി. അവിടെ ഇരിക്കട്ടെ. എന്നാ വിലയ്യ കൂടുന്നോ? ചീട്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ഓഹോ, ചീട്ടായിരുന്നെ താൻ ഡ്യൂട്ടി സമയത്ത് കളിക്കോ? അല്ല പിന്നെ സാറേ. അശോകനോ? സാറേ കളിക്കങ്ങളെ. ആ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ വരുന്നു? വക്കീൽ സാറേ. വരുന്നതോ? എന്നതാ വെച്ചു സാറേ. സാറേ വരുന്നു. സാറേ കൈക്കറി കാര്യം പറ. ആദ്യം കളി നിർത്ത്, എന്നിട്ട് പറയാം. അതെ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഈ പെണ്ണിനെ കെട്ടിക്കാൻ ആ കൗണ്ടർ താലി ഞാത്തിക്കൊണ്ട് നടക്കുന്നതിനിടയിലേക്ക് എന്നെ എന്തിനാ പിടിച്ചിട്ടത്? അവളെ അവന് പിടിച്ച് കെട്ടിച്ചു കൊടുക്ക് സാറേ. ഞാൻ പോവാ. ഇപ്പൊ എന്താ ഉണ്ടായേ? ഇതെന്താ നെറ്റ് മുറിഞ്ഞോ? ഇല്ല, കണ്ണ് കിട്ടാതിരിക്കാൻ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഷോ ഷോ. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു മുറിഞ്ഞതാണെന്ന്. ഇതേ കളിക്കരുത്. എന്റെ കൈയും കാലും കെട്ടി ആ പത്മവ്യൂഹത്തിലോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ എന്താ പറ്റിയെന്നോ? ഓ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നാട് വിട്ടോളെന്നും പറഞ്ഞ അവന്മാരെന്നെ ഇടിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആർക്കറിയാം. അന്നൊരിക്കൽ അവന്മാര് രാജവല്യ വഴി തടഞ്ഞു നിർത്തിയപ്പോ താൻ വലിയ സിനിമാ സ്റ്റൈലിൽ അവരെ ഇടിച്ചോടിച്ചല്ലോ. ഇന്ന് തേര് കൂടെ പോയി. ഒരിക്കൽ ചക്ക വീണ് മുയലി എത്തുന്നു കരുതി എന്നും ചാവാ മുയൽ നിന്ന് വരുമോ? അന്നൊരാവേശത്തിന് അങ്ങനെ ചെയ്തു പോയി എന്ന് കരുതി ഒരു സ്ട്രീറ്റ് ലൗഡിയെ പോലെ എന്നും ഞാൻ തെരുവിൽ കിടന്ന് അടിക്കണമെന്നാണോ സാർ പറയുന്നത്? വേറെ ആർക്കും വേണ്ടി അല്ലല്ലോ അശോക, കെട്ടാൻ പോകുന്ന പെണ്ണിന് വേണ്ടിയല്ലേ. അവളുടെ മാനം കാക്കാൻ കഴിവില്ലേ, പിന്നെ എന്തിനാടോ മൂക്കിന് താഴെ മീശം വെച്ച് നടക്കുന്നത്? ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ഇടഞ്ഞാൽ ഗുരുവായൂർ കേശവനേക്കാൾ മോശമാ. അതാരാ ഈ ഗുരുവായൂർ കേശവൻ? ഓ, അത് പറഞ്ഞൂടെ? ഇല്ല. അതൊരാനയാ. ഓ അത് ശരി. അശോക, ഇക്കണ്ട മുതലിന് മുഴുവൻ അവകാശിയാകാൻ പോകുന്ന താൻ ആരെങ്കിലും കാണിക്കുന്ന ഓലപ്പാമ്പ് കണ്ട് പേടിച്ചു പോകാൻ തുടങ്ങിയാൽ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, തന്റെ സ്വന്തം പെങ്ങൾ ഗിരിജയ്ക്കാണ് ഗതി ഉണ്ടാകുന്നതെങ്കിൽ താൻ ഇങ്ങനെ ഇട്ടു പോവോ? അയ്യേ, താൻ മാന്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറ, ഞാൻ കൂടെ നിൽക്കാം. ഇതൊരുമാതിരി ഭീകരി പിള്ളേരെ പോലെ നോക്കി പിച്ചി നുള്ളി റാന്തി. അയ്യേ സാറേ, ഇതത്ര നിസ്സാരമായി തള്ളിക്കളയരുത്. ഇതൊക്കെ അനുഭവിച്ചോണ്ട് എനിക്ക് ഇവിടെ കഴിയേണ്ട കാര്യം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി താൻ പോവോ പോവാതിരിക്കുക എന്താന്ന് വെച്ചാ ചെയ്തു. സാർ ഒന്നുകൂടെ ആലോചിച്ച്. താൻ എവിടെങ്കിലും പോയി തൊലയിടോ. ഇന്നും മടങ്ങി പോകാൻ ഒരുങ്ങിയല്ലേ? പോയാൽ ഇവിടെ ചിലർ തനിച്ചാവല്ലോ എന്നോർത്താ പോവാഞ്ഞത്. അത് മതി, എനിക്ക് ആശ്വാസമായി. ഫോണിൽ നിന്ന് കേൾക്കുമ്പോ രാജവല്ലിക്ക് എന്ത് സന്തോഷായിരിക്കും. കല്യാണ ചെറുക്കൻ പിണങ്ങിപ്പോയെന്ന് നാട്ടുകാരറിഞ്ഞാൽ രാജവല്ലിക്ക് അത് മതി. കൊക്കെന്ന് പറഞ്ഞാൽ ചക്കെന്ന് കേൾക്കും. ഈ പറയുന്ന വിഷയം കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഈ കാര്യം 1000 വട്ടം എന്റെ ചെവിയിൽ ഓതിയാലും ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാനൊരു പെൺകുട്ടിയെ മനസ്സാ ഇഷ്ടപ്പെട്ടു. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഇവിടുത്തെ കാർത്തകളൊക്കെ കണ്ടിട്ടില്ലല്ലോ, വലിയ വിശേഷമാ. അന്ന് രാജവല്ലി ഒന്ന് കാണണം. പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒന്ന് കാണേണ്ട തന്നെയാ. ആര് കണ്ടാലും കൊതിച്ചു പോവും. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ലട്ടെ. ഇവിടത്തെ എച്ചിൽ നിന്ന് വളർന്നവളാ നീ. നിന്റെ വീട്ടിക്ക് ദ്രോഹം പറ്റിക്കേടി. കേവലം ഒരു പിച്ചക്കാരുടെ മര്യാദ പോലും കാട്ടാത്ത ഇവരെയാ സ്വന്തവും ബന്ധവും ചൊല്ലി இந்த வீட்டுக்கு கூட்டிட்டு வந்தீங்க. வக்கீலே, உங்ககிட்ட தான் கேக்குறேன்.
എല്ലാം അറിഞ്ഞിരുന്നിട്ടും അറിയാത്ത പോലെ നടിക്കായിരുന്നു അല്ലേ? ഗൗണ്ടർ നായരുടെ മകളെ കല്യാണം കഴിക്കാൻ വന്നവൻ ഒരു വേലക്കാരി പെണ്ണുമായിട്ട് അടുപ്പാണെന്ന് അറിഞ്ഞാൽ എങ്ക പരമ്പരയ്ക്ക് താൻ വെക്കക്കേട് ഇല്ലാമേ ഇവങ്ങൾക്കില്ല. என் பொண்ணு அழுதுகிட்டு போறா. சொந்தம்னு പറഞ്ഞ நேத்திக்கு வந்த இவங்க சொல்லி என்ன பிரயோஜனம்? எல்லாத்துக்கும் காரணம் இவதான். ஏண்டி சவுண்டர் நாயர் பொண்ணு மாதிரி நினைச்சு உன்னை வளர்த்தேனேடி. என் பேச்சுக்கே துரோகம் பண்ணிட்டியே. என்ன செய்யறேன் பாரு. பாடி இங்க என்னடி துரோகம் பண்ணா? സ്വന്തം അമ്മാവന്റെ അവസാനത്തെ ആഗ്രഹമാണെന്നുള്ള കാര്യം പോലും മറന്നുപോയല്ലോ നിങ്ങളുടെ മകൻ. ശ്രീദേവി, ഊണ് കഴിക്കേ. എനിക്ക് വേണ്ട. ആഹാരത്തിനോട് വേണോ ദേഷ്യം? കഴിക്കുന്നേ. ഇവിടെ ആർക്കും ഇല്ലാത്ത സഹതാപം നിനക്ക് ഇവളോട് വേണ്ട. ഇറങ്ങടി പുറത്ത്. നാട്ടിൽ എനിക്ക് വന്ന കല്യാണങ്ങൾ ഏട്ടനായിട്ട് മുടക്കിയപ്പോഴും മുഖം കറുപ്പിച്ച ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു തുള്ളി കണ്ണീരൊഴുക്കിയിട്ടില്ല. അപ്പോഴും ഉള്ളിലെ വേദന ഏട്ടനെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ഒരു പെണ്ണിന്റെ മനസ്സിന് മോഹം കൊടുത്തിട്ട് മഹാപാവമാണ്. എന്തിനാ ഇങ്ങനെ പെൺകുട്ടികളുടെ ശാപം വാങ്ങി കൂട്ടുന്നത്? ആരോരും ഇല്ലാത്ത പെൺകുട്ടിയെ അവര് കൊല്ലാക്കൊല്ല ചെയ്യാ. ഒരു പിടി ചോറ് പോലും കൊടുക്കാൻ ആ രാക്ഷസി സമ്മതിച്ചില്ല. സ്നേഹം തന്നവരെയൊക്കെ മറക്കുന്ന വിദ്യ എന്റെ ഏട്ടൻ എന്നാ പഠിച്ചത്? നിങ്ങൾ തമ്പുരാട്ടിമാരെ പോലെ വേദനയും നൊമ്പരങ്ങളും ഉള്ളവള് തന്നെ ഇവളും. ഇനി ഇവളെ തൊട്ടാലുണ്ടല്ലോ. വേണ്ട, ശോഭിച്ച് ശബ്ദമുണ്ടാക്കി പണിക്കാരെ കൂട്ടണ്ട. നാണക്കേട് നിനക്ക് തന്നെ. വെച്ച് നീട്ടിയ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എല്ലാ ഔദാര്യങ്ങൾക്കും നന്ദി. നീ എവിടെ പോകുന്നു? നീ അവളെ കൊണ്ട് എവിടെ പോകുന്നത്? എന്താ ഇത്? ക്ഷമിക്കണം സാർ, പരമാവധി ഞാൻ സഹിച്ചു. ഇനി വയ്യ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു ദരിദ്രനാ ഞാൻ. എന്നാലും അർഹതയില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. അപ്പൊ ഇത്രയും കാലത്താ ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കായിരുന്നല്ലേ? അല്ല സാർ, ഞാനൊരു വിഡ്ഢി ആകാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നടാ சொன்னே? എങ്ക പൊന്നെ ഏമാത്തുന്നതിലാണ് ന്യായം പേசுறியா? നിങ്ങളുടെ കൊച്ചുമകൾക്ക് വേണ്ടത് ഒരു ഭർത്താവിനെയല്ല, അവളുടെ പാദസേവ ചെയ്യുന്ന ഒരു ഭൃത്യനെയാണ്. എതിർത്താ പേസറേ? അനുസരിപ്പിക്കലും ആജ്ഞാപിക്കലും ഒന്നും ഇനി വേണ്ട. അശോക, നീ ആരോടാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? കഴിഞ്ഞതൊന്നും മറക്കരുത്. പണ്ട് അമ്മയുടെ താലിമാലയെ മോഷ്ടിച്ച് നാട് വിട്ട അമ്മാവന് പെങ്ങളോട് തോന്നിയ സഹതാപം മാത്രമാണ് ഈ വീടുമായി അടുപ്പിക്കാനുള്ള ഏക കണ്ണി. അതിനപ്പുറം ഒന്നുമില്ല. ഒന്നും. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇതിനൊക്കെ കാരണക്കാരി ഇവിടെ ഒരുത്തിയ. മനക്കോട്ടകളൊക്കെ തകർന്നു പോകുന്ന കണ്ടപ്പം ചേച്ചിക്ക് പ്രയാസം തോന്നുന്നുണ്ടല്ലേ? വക്കീലെ,
ഇവളെ പിടിച്ചാത്താക്ക. ഇല്ല, ഒരു വക്കീലിന് ഇവളെ തൊടാൻ പറ്റില്ല. ഞാൻ ഇവളെ കൊണ്ടുപോകും. ആളെ വിട്ട് തല്ലിച്ചും പിന്നെയും നടിച്ച് വീഴ്ത്തിയുമുള്ള പാരമ്പര്യം നിങ്ങൾക്കുണ്ടെന്നറിയാം. എന്നോടത് വേണ്ട. വരൂ. അശോക, എടാ, നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നിന്നെ കുറിച്ച് മാത്രമായിരുന്നു. കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഈ കുട്ടിയെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോണമെന്നും കൂടി നീ പറ. നിനക്ക് എന്നെക്കാളും ഈ കൂടപ്പിറപ്പിനേക്കാളും വലുതാണല്ലേ ഇന്നലെ കണ്ട ഈ വേലക്കാരി പെണ്ണ്. നീ പണിയെടുത്തും കഷ്ടപ്പെട്ടും ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല. ഇവിടെ വീട്ടുജോലി ചെയ്ത് കഴിയാനുള്ള അവസരം പോലും നീ നശിപ്പിച്ചല്ലോടാ മോനെ.